നമസ്കാരം ഏവർക്കും. ഇന്ന് ചെട്ടിക്കുളങ്ങര കുംഭഭരണി. കുത്തിയോട്ട ചുവടുകളുടെ താളത്തിലലിഞ്ഞ പകൽ, ആകാശം തൊടുന്ന കെട്ടുകാഴ്ചകളുടെ ശില്പഭംഗിയിൽ മിഴികൾ വിടർന്ന രാത്രി, പിന്നെ നാടിൻ്റെ ജീവവായുവായ ദേവി ജീവിതയിൽ എഴുന്നള്ളുന്നതിനായി പുലരുവോളമുള്ള കാത്തിരിപ്പ്. ശബ്ദവും ദൃശ്യവും കരുത്തും കരവിരുതും ഭക്തിയുമെല്ലാം സംഗമിച്ച വിസ്മയ ദിനമായി ഇന്ന് ചെട്ടിക്കുളങ്ങര കുംഭഭരണി. വിണ്ണോളം ഉയരുന്ന വിസ്മയ രൂപങ്ങളിൽ പ്രാർത്ഥനകൾ കൊരുത്തുവെച്ചു ദേശം ഭഗവതിക്ക് തിരുമുൽക്കാഴ്ചകളുമായി കാഴ്ചക്കണ്ടത്തിൽ അണിനിരന്നപ്പോൾ കുംഭച്ചൂടിൽ പുണ്യം പുലർമഞ്ഞായി പെയ്തിറങ്ങിയിരിക്കുന്നു. കെട്ടുകാഴ്ചകളെ വരവേൽക്കാൻ നാട്ടുകരയുടെ മണ്ണും മനസ്സും ഇന്നലെ പുലർച്ചയോടെ ഒരുങ്ങിയിരുന്നു. അണിഞ്ഞൊരുങ്ങിയ കുത്തിയോട്ട സംഘങ്ങൾ രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് ചുവടുവെച്ചെത്തി. ദേവിക്ക് മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചു സമർപ്പണം നടത്തി. 14 കുത്തിയോട്ടങ്ങളാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. കുത്തിയോട്ട വരവ് ഉച്ചയോടെ അവസാനിച്ചു. പിന്നെ കെട്ടുകാഴ്ചയ്ക്കുള്ള കാത്തിരിപ്പാണ്. വൈകിട്ടോടെ 13 കരകളിൽ നിന്നായി കുത്തിയൊലിച്ചു വരുന്ന മഹാനദികൾ പോലെ ചെറുവഴികളിലൂടെ ആൾക്കൂട്ടം ഒഴുകിയെത്തി. ഓരോ നദിപ്പരപ്പിലും മഹായാനങ്ങൾ പോലെ ആകാശം തൊടുന്ന കെട്ടുകാഴ്ചകൾ. ക്ഷേത്രാങ്കണത്തിൽ നദികൾ ഒന്നിച്ച് മഹാസാഗരമായി. ആകാശപ്പൊക്കമുള്ള ഗോപുരങ്ങൾ ആൾക്കാർക്കിടയിലൂടെ കാഴ്ചക്കണ്ടത്തിലേക്ക് ഒഴുകിയിറങ്ങി. ദേവീസ്തുതികളും ആർപ്പുവിളികളും അകമ്പടിയായി. 13 കരകളിൽ നിന്നായി 6 കുതിരകളും 5 തേരുകളും ഭീമനും ഹനുമാനും പാഞ്ചാലിയും. ഗോപുരാകൃതിയിലെ കുതിരകൾക്ക് 165 അടിയോളമാണ് പൊക്കം. മരചക്രങ്ങൾ ഘടിപ്പിച്ച് ചട്ടങ്ങളിൽ നിർമ്മിച്ച ടൺ കണക്കിന് ഭാരമുള്ള കെട്ടുകാഴ്ചകൾ കരക്കാർ പ്രാർത്ഥനകളോടെ വലിച്ചു നീക്കുമ്പോൾ കരുത്തും കരവിരുതും ഭക്തിയുമായി കലരുന്നു. മുകളിൽ ദാരുശില്പതയുടെ വിസ്മയം, താഴെ അധ്വാനത്തിൻ്റെ മഹത്വം. ഈരേഴ് തെക്കിൻ്റെ കുതിര വൈകിട്ട് 5:58 തന്നെ ക്ഷേത്രമുറ്റത്തെത്തി. അമ്മയെ വണങ്ങി കാഴ്ചക്കണ്ടത്തിലിറങ്ങിയിരുന്നു. കുതിരയുടെ ഇടക്കൂടാരത്തിൻ്റെ വശങ്ങളിൽ തുള്ളിക്കളിക്കുന്ന പാവക്കുട്ടികൾക്കൊപ്പം ജനം മാർപ്പുവിളികളോടെ ഇളകിമറിഞ്ഞു. രണ്ടാമതും നാലാമത്തെയും കെട്ടുകാഴ്ചയ്ക്കുള്ള കാത്തിരിപ്പ് 1 മണിക്കൂറോളമാണ് നീണ്ടുപോയത്. ഈരേഴ് വടക്കിൻ്റെ കുതിര രണ്ടാമതായി കാഴ്ചക്കണ്ടത്തിലിറങ്ങിയപ്പോൾ പിന്നാലെ ഈഴര ക്രമണത്തിൽ കൈതത്തെക്ക്, കൈതവടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടയ്ക്കാവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നീ കരകളിലെ കെട്ടുകാഴ്ചകളും അമ്മയെ വണങ്ങി രാത്രിയോടെ കാഴ്ചക്കണ്ടത്തിൽ നിരന്നു. കെട്ടുകാഴ്ചകൾ നിറഞ്ഞതോടെ കാഴ്ചക്കണ്ടം ഭക്തിയുടെയും കരവിരുതിൻ്റെയും സംഗമ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കും. ഏതാനും സമയത്തിനുള്ളിൽ പിന്നെ ദേശത്തിൻ്റെ കാഴ്ചകൾ സ്വീകരിച്ച് അനുഗ്രഹം ചൊരിയാൻ ചെട്ടിക്കുളങ്ങരയമ്മ ജീവിതയിൽ എഴുന്നള്ളിയുള്ള വരവാണ്. ആ അനുഗ്രഹം ശിരസിലേറ്റിയ ദേശവാസികൾ ഇങ്ങനെ അടുത്ത ഭരണി നാളിലേക്കും കാത്തിരിക്കും. അതാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി. കുംഭഭരണി കെട്ടുകാഴ്ചകളുടെ തലപ്പൊക്കത്തോളം പോന്ന കഥകളും പുരാവൃത്തങ്ങളും നാടോടി ജ്ഞാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമൊക്കെയായി ഇടകലർന്നു കിടക്കുന്ന മഹത്തായ സംസ്കാരമാണ് ചെട്ടിക്കുളങ്ങരയുടേത്. പുരാണ കഥാപാത്രങ്ങളും കാർഷിക പാരമ്പര്യവും ആരാധനാ സമ്പ്രദായങ്ങളുമൊക്കെ ആ നാടിൻ്റെ പൈതൃക വഴികളിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. ദേവീപ്രസാദത്തിൻ്റെ മഹാത്മ്യം വിവരിക്കുന്ന ആ പുരാവൃത്തങ്ങളിൽ നിന്ന് കാലാകാലങ്ങളായി ഒരു ജനത സ്ഫുടം ചെയ്തെടുത്ത നേരറിവ്. ഇതാണ് ദേവിക്ക് സമർപ്പിത ചേതസ്സോടുള്ള ജീവിതമായി അവിടെ പിറന്നു വീഴുന്നത്. ലങ്കാദഹനത്തിനു ശേഷം രാവണന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് എൻ്റെ കുഞ്ഞു വിരലിനോളമേ ഉള്ളൂ താൻ എന്ന് ലങ്കാലിപനെ വെല്ലുവിളിക്കുന്ന ഹനുമാനെയാണ് മറ്റം തെക്ക് കരയിലെ കെട്ടുകാഴ്ചയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കുംഭഭരണിക്ക് മറ്റം തെക്ക് നിന്ന് വഴിപാടായി സമർപ്പിക്കുന്നത് പാഞ്ചാലിയാണ്. കുംഭഭരണിക്ക് ഉച്ച കഴിഞ്ഞ് മറ്റം തെക്ക് കരയുടെ ആസ്ഥാനത്തു നിന്നും പാഞ്ചാലിയെ സാരി ഉടുപ്പിച്ച് ആഭരണങ്ങൾ അണിയിച്ചൊരുക്കി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ഓരോ വർഷവും ഓരോരുത്തരുടെ വഴിപാടാണ് ഇവിടെ നടന്നു വരുന്നത്. അങ്ങനെ വിഭവസമർത്ഥമായ കാഴ്ചകളിലൂടെ കുംഭഭരണി അതിൻ്റെ പാരമ്യതയിലേക്ക് ഈ വർഷം കടക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.
അതിനു മുമ്പ് ചെട്ടികുളങ്ങരക്കാരുടെ കൊഞ്ചും മാങ്ങയും കറിയെക്കുറിച്ചറിയാം. പണ്ട് ചെട്ടികുളങ്ങര ദേവിയുടെ പറക്കെഴുന്നള്ളത്ത് റോഡിലൂടെ പോകുമ്പോൾ കുടിലിൽ നിന്ന് വീട്ടമ്മ പറഞ്ഞു, കൊട്ട് കേൾക്കുന്നു, തമ്പുരാട്ടി അമ്മയുടെ പറക്കെഴുന്നള്ളത്താണല്ലോ പോകുന്നത്, എനിക്കും പോയി കാണണമല്ലോ. അപ്പോൾ അടുക്കളയിൽ കൊഞ്ചും മാങ്ങാക്കറി വേകുകയാണ്. ചെട്ടികുളങ്ങര അമ്മേ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ച ശേഷം ഈ വീട്ടമ്മ പറക്കെഴുന്നള്ളത്ത് കാണാൻ പോയി. പറക്കെഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ കൃത്യമായി പാകത്തിനിടക്കുകയാണ് നമ്മുടെ കൊഞ്ചുമാങ്ങാൻ കറി. ഒരു കുഴപ്പവുമില്ല. ചെട്ടികുളങ്ങര അമ്മയുടെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരത്തില്ല. അത്രയ്ക്ക് മനോഹരവും ഗംഭീരമാണ്, ഭക്തിസാന്ദ്രമാണ് അമ്മയുടെ കഥകൾ. പണ്ട് പന്നൽ വള്ളി ഉപയോഗിച്ചിട്ടാണ് കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കയറുണ്ടാക്കിയിരുന്നത്. ഉഴുതുമറിച്ച് പാടത്ത് കൂടി ചാഞ്ഞും ചരിഞ്ഞും സഞ്ചരിക്കുന്ന കെട്ടുകാഴ്ചകൾ ശക്തമായി കെട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ പന്നൽ വള്ളി. പനവള്ളിയും ആയിരുന്നു. ഓണാട്ടുകരയിലെ തോടിൻ്റെ കരകളിൽ ധാരാളമുണ്ടായിരുന്ന പന്നൽ ചെടിയുടെ വള്ളി ഉണങ്ങുന്തോറും കെട്ടുമുറുകും എന്നാണ് പ്രത്യേകത. പന്നൽ വള്ളിയിൽ കെട്ടിയാൽ കെട്ടുകാഴ്ച ഉലയുമ്പോൾ ഉരഞ്ഞാലും പൊട്ടില്ലായിരുന്നു. ആ പന്നൽ ചെടി കിട്ടാതായതോടാണ് ഈ കാലഘട്ടത്തിൽ അത് കയറിലേക്കൊക്കെ മാറിയിരിക്കുന്നത്. പിന്നെയും കഥകളുണ്ട്. കുതിരച്ചുവട്ടിലെ തലകളി. കെട്ടുകാഴ്ച നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുതിരച്ചുവട്ടിൽ രാത്രി അരങ്ങേറിയിരുന്ന ആചാരമായിരുന്നു തലക്കളി അഥവാ കമ്പുകളി. കെട്ടുകാഴ്ച നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാകുന്ന അശ്വതി നാളിലാണ് ഇത് നടത്തിയിരുന്നത്. ആക്ഷേപഹാസ്യങ്ങളുടെ നാട്ടിലെ പ്രമുഖരെയാണ് ഈ ഇതിവൃത്യമാക്കിയിരുന്നത്. പ്രത്യേക ഈണത്തിലുള്ള പാട്ട് ഇതിനായി പാടുമായിരുന്നു. കെട്ടുകാഴ്ചയുടെ മുന്നിൽ തീ കൂട്ടി ആളുകൾ ഇരിക്കും. ഇതിൽ രണ്ടുപേർ സംഘത്തിൻ്റെ മധ്യത്തിൽ എത്തി കൈവശമുള്ള 3 അടിയോളം നീളമുള്ള കമ്പുകൾ പരസ്പരം കൂട്ടിപ്പിടിച്ച് കലാരൂപം അവതരിപ്പിക്കുന്നത്. പഴയ തലമുറയ്ക്ക് ഓർമ്മയായും പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്തതുമാണ് തലക്കളി. അങ്ങനെ തലക്കളിയുടെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ്. പിന്നെ ഭീമസേനനെയും ഈച്ചാടി വല്യമ്മയും, അത് മറ്റൊരു കഥ. അയ്യയ്യോ അയ്യയ്യോ. ആളെ കിട്ടുന്നില്ല, ഗോൾ കിട്ടുന്നില്ല. ഓടാമില്ല, വെള്ളം ഞാൻ
വഴിക്കുള്ള സാധനമാണ്. കുംഭഭരണി കഴിഞ്ഞാൽ ഏതാനും ദിവസത്തിനകം എതിരേൽപ്പ് ഉത്സവം തുടങ്ങും. ഒന്നാം കരയായ ഈരേഴ് തെക്കിൻ്റെ എതിരേൽപ്പ് തുടങ്ങുന്ന ദിവസം കോയിക്കൽത്തറ ആൾത്തറയിൽ നിന്ന് ഉരുളിച്ച വരവിനോടൊപ്പം ഭദ്രകാളി മുടി എഴുന്നള്ളിക്കും. വ്രതം നോറ്റവരാണ് ഭദ്രകാളിയുടെ മുടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിക്കുന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയാണിത്. ഭദ്രകാളി മുടി ക്ഷേത്രത്തിലെ പാട്ടമ്പലത്തിൽ പ്രതിഷ്ഠിച്ച് 13 ഉത്സവ ദിവസവും തോറ്റംപാട്ട് നടത്തിവരുന്നു. 13 കരകളുടെയും എതിരേൽപ്പ് ഉത്സവത്തിനോടനുബന്ധിച്ച് രാത്രി കിഴക്കേ മണ്ഡപത്തിൽ നിന്നാണ് എതിരേൽപ്പ് തുടങ്ങുന്നത്. ഈരേഴ് തെക്ക് കരയുടെ കെട്ടുകാഴ്ച കുതിരയുടെ പ്രഭടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഭദ്രകാളി മുടി ധാരിക പദവുമായി ബന്ധപ്പെട്ട ഭദ്രകാളിയുടെ വിശ്വരൂപ സങ്കല്പമാണ്. പതിമൂന്ന് ദിവസം നീളുന്ന എതിരേൽപ്പ് ഉത്സവത്തിൽ ഭദ്രകാളി മുടി എഴുന്നള്ളിച്ച് പാട്ടമ്പലത്തിൽ വെച്ച് ആരാധിച്ച് ദേവിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട കോയിക്കൽത്തറ ആൽത്തറയിൽ അൻപൊലി ഉത്സവം നടക്കുന്നത് ഭദ്രകാളി മുടിക്ക് മുന്നിലാണ്. കുംഭമാസത്തിലെ പൂയം നാളിലാണിത്. ഏവർക്കും സ്വാഗതം.